സ്ഥിരം ഫീസ് അടയ്ക്കാത്തവനും സ്കൂളിൽ വന്നാൽ പ്രശ്നക്കാരനുമായിരുന്ന ജോണിനെ പുതുതായി വന്ന ടീച്ചർ ശല്യം സഹിക്കവയ്യാനാവാതെ ബെഞ്ചിന് മുകളിൽ കയറ്റി നിർത്തി അപമാനിച്ചു. മറ്റു കുട്ടികളെ കൊണ്ട് മങ്കി ക്ലാപ്പ് കൊടുത്ത് ആക്ഷേപിച്ചു. ആരോടും ഒന്നിനും പ്രതികരിക്കാൻ കഴിയാതിരുന്ന ആ പാവം കുഞ്ഞ് അതെല്ലാം പരാതി കൂടാതെ സഹിച്ചു. അവൻ ചിന്തിച്ചു, എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ, ടീച്ചർക്ക് എന്നെ മനസ്സിലാവില്ലല്ലോ. ഒരു ദിവസം പ്രിൻസിപ്പാളും ടീച്ചറും കൂടി തീരുമാനിച്ചു ജോണിൻ്റെ വീട് വരെ ഒന്ന് പോകണമെന്ന്. ഒരു ലീവ് ദിവസം ഇരുവരും കൂടി മല കയറി ജോണിൻ്റെ വീട്ടിലെത്തി. ഒരു നിമിഷം ആ അധികാരികൾ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകൾ സജനങ്ങളായി. തുളുമ്പാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. വീടെന്ന് പറയാൻ അവിടെ ഒന്നുമില്ല. കുറച്ച് കീറിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ, സിമൻ്റ് ചാക്കുകൾ കൊണ്ട് മറച്ച ഭിത്തികൾ, നിത്യരോഗിയായ അമ്മയും കുഞ്ഞനിയനും, ചീട്ടുകളിക്കും മദ്യപാനത്തിനും അടിമപ്പെട്ടു പോയ അപ്പൻ, അമ്മയും മക്കളും രാത്രിയിൽ ഉറങ്ങുന്നത് പുറത്തെ വാഴച്ചുവട്ടിൽ. രാവിൽ ഭീതിജനകമായ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന കുഞ്ഞുങ്ങൾ. മഴ, മഞ്ഞ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ ടീച്ചർ ഓടിച്ചെന്ന് ജോണിനെ കെട്ടിപ്പിടിച്ച് മാറി മാറി ഉമ്മ വെച്ചു. ദേഷ്യവും കോപവും സ്നേഹവും സഹതാപവുമായി കവളിലൂടെ ചാലുകീറി ഒഴുകി. ടീച്ചർ തുടർന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു, മാഡം, ജോണിൻ്റെ ഫീസ് ഇനി മുതൽ ഞാൻ അടച്ചോളാം, ഞാനിവനെ പഠിപ്പിക്കും. പെട്ടെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു, വേണ്ട ടീച്ചറെ, ടീച്ചർ അങ്ങനെ ചെയ്യണ്ട, നമുക്കിവനെ നമ്മുടെ സ്കൂളിൻ്റെ വകയായി പഠിപ്പിക്കാം. ജോണിനെയോ ജോണിൻ്റെ സാഹചര്യത്തെയോ മനസ്സിലാക്കാൻ വൈകിപ്പോയ നമുക്കാണ് തെറ്റുപറ്റിയത്. കുറ്റബോധത്തോടെയാണ് അവർ മലയിറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ജോൺ ഇന്ന് അറിയപ്പെടുന്ന ഒരു കമ്പനിയിലെ പ്രശസ്തനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. തുടർന്ന് വ്യാഖ്യാനിക്കാതെ തന്നെ എന്താണിവിടെ സംഭവിച്ചതെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. അതെ, മനുഷ്യനെ മനസ്സിലാക്കലാണ് ക്ഷമയുടെ ഒന്നാമത്തെ തലം. വാഴത്തോട്ടത്തിൽ കയറി കായ മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് കാവൽക്കാർ ഒരു ബാലനെ പിടിച്ച് മർദ്ദിച്ച് മരത്തിൽ കെട്ടിയിട്ടു. വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാനെത്തിയ കൂട്ടുകാർ ഈ കാഴ്ച കണ്ട് ഞെട്ടി. കവിള് വീങ്ങി വിതുമ്പി നിൽക്കുന്നു കൂട്ടുകാരൻ. കാര്യമറിഞ്ഞ് അവർ ഓടിച്ചെന്ന് കാവൽക്കാരനോട് പറഞ്ഞു, അവനെ അഴിച്ചുവിടണം, അവൻ്റെ അച്ഛൻ കുടകിൽ കൂലിപ്പണിക്ക് പോയി അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തതാണ്. അമ്മ ക്യാൻസർ രോഗി, വീട്ടിൽ പട്ടിണിയാണ്, വിശന്നിട്ടായിരിക്കും, അവർ അപേക്ഷിച്ചു. കാവൽക്കാരൻ ഓടിച്ചെന്ന് അവനെ അഴിച്ചുവിട്ടെന്ന് മാത്രമല്ല, അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി വയറു നിറയെ ഭക്ഷണവും കൊടുത്ത് കുറേ അരിയും വാങ്ങി വണ്ടിയിൽ കൊടുത്തയച്ചു. ധ്യാനിക്കണം പ്രിയപ്പെട്ടവരെ, തെറ്റുപറ്റിയത് ഇവിടെ ആർക്കായിരുന്നു? എന്നാൽ പിന്നീടാണ് അയാൾക്കത് മനസ്സിലായതെന്ന് മാത്രം. മനസ്സിലാകാത്തതും മനസ്സിലാക്കാത്തതുമാണ് പ്രശ്നം. യൗസേപ്പിന് മറിയത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ആദ്യം മനസ്സിലായില്ല. കുരിശിലേറ്റുമ്പോൾ ശതാധിപനും യേശുവിനെ മനസ്സിലായിരുന്നില്ല. ദേവാലയത്തിലിരുന്ന് ഉപാധ്യായന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന യേശുവിനെ മതപണ്ഡിതർക്കും മാതാപിതാക്കൾക്കും മനസ്സിലായിരുന്നില്ല. ലൂക്ക 2:49-50. അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. അതെ, മനസ്സിലാകാത്തതും മനസ്സിലാക്കാത്തതുമാണ് പ്രശ്നം. പിന്നീട് ജോസഫിന് മറിയത്തെയും ശതാധിപൻ യേശുവിനെയും മാതാപിതാക്കൾക്ക് മകനെയും മനസ്സിലായപ്പോഴോ? ഇത് ശ്രോതാക്കൾക്കുള്ള ധ്യാന വിഷയമായി ഞാൻ വിട്ടുതരുന്നു. മനുഷ്യനെ മനസ്സിലാക്കലാണ് ക്ഷമയുടെ ആദ്യ തലം.